കള്ളിയാങ്കാട് നീലി എന്ന ക്രൂരയായ യക്ഷിയുടെ കഥയാണിത്. പിന്നീട് ഭഗവതിയുടെ സംരക്ഷണത്തിൽ അഭയം തേടി കാലക്രമേണ ഭക്തരുടെ സ്നേഹത്താൽ ശാന്തയായി ഒടുവിൽ യക്ഷിയമ്മയായി മാറിയ കഥ. പണ്ട് കാലത്ത് നീലി എന്ന യുവതി അതിസുന്ദരിയും പതിവ്രതയുമായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവ് അവളുടെ ധനത്തിൽ മാത്രം കണ്ണുവെച്ച ഒരു ദുഷ്ടനായിരുന്നു. നവദമ്പതികളായി ഭർത്താവിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ വനത്തിന്റെ വിജനമായൊരിടത്ത് വെച്ച് അയാൾ അവളുടെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി അവളെ കൊലപ്പെടുത്തി. കൊടും ചതിയിൽ കൊല്ലപ്പെട്ട നീലിയുടെ ആത്മാവ് അടങ്ങാതെ അലഞ്ഞു. അവളുടെ മരണം അവളിൽ പകയുടെ തീവ്രമായ അഗ്നി ജ്വലിപ്പിച്ചു. അവൾ കള്ളിയാങ്കാട്ട് നീലി എന്ന ഭീകര യക്ഷിയായി പുനർജനിച്ചു. കള്ളിയാങ്കാട് വനത്തിൽ വസിച്ചിരുന്ന നീലി പുരുഷന്മാരെ വശീകരിച്ച് രക്തമൂറ്റിക്കുടിച്ച് അവരോട് പ്രതികാരം ചെയ്തു. അവൾക്ക് ആരുടെയും രൂപവും ഭാവവും സ്വീകരിക്കാൻ സാധിച്ചിരുന്നു. ഭീകരമായ രൂപത്തിലും സൗന്ദര്യമുള്ള രൂപത്തിലും അവൾ പുരുഷന്മാരെ ആകർഷിച്ചു. അവൾ തന്റെ പ്രതികാരം ആ കാടിനോട് ചെയ്യുന്നതായി എല്ലാവരും വിശ്വസിച്ചു. നാളുകൾ കടന്നുപോയപ്പോൾ നീലിയുടെ പേര് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പെട്ടു. അവളുടെ പേര് കേട്ടാൽ പോലും ആളുകൾ ആ വഴിക്ക് പോകില്ലായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കടമറ്റത്ത് കത്തനാർ എന്ന മാന്ത്രിക ശക്തിയുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ ജീവിച്ചിരുന്നത്. നീലിയുടെ ക്രൂരതകൾ കത്തനാർ അറിഞ്ഞപ്പോൾ അവളെ തളയ്ക്കാൻ തീരുമാനിച്ചു. ഏറെ തന്ത്രശാലിയായ കത്തനാർ നീലിയെ തളയ്ക്കാൻ തന്റെ എല്ലാ മാന്ത്രിക വിദ്യകളും പ്രയോഗിച്ചു. നീലി ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്ന് കത്തനാറിനെ പരീക്ഷിച്ചു. പക്ഷേ കത്തനാർ അവളെ തിരിച്ചറിഞ്ഞു. ഒരു തന്ത്രത്തിലൂടെ കത്തനാർ അവളോട് കീഴടങ്ങാൻ പറഞ്ഞു. കത്തനാറുടെ മാന്ത്രിക ശക്തിക്ക് മുന്നിൽ നീലിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കത്തനാർ ഒരു ഇരുമ്പാണി അവളുടെ ശിരസിൽ തറച്ച് അവളെ തന്റെ ദാസിയാക്കി. അങ്ങനെ അവളെയും കൂട്ടി കത്തനാർ കായംകുളത്തേക്ക് യാത്ര തുടങ്ങി. വഴിയിൽ വെച്ച് കത്തനാർ ഒരു വൃദ്ധയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ കയറി. കത്തനാർ വൃദ്ധയോട് നീലിയെ പരിചയപ്പെടുത്തി. കത്തനാർ ഉറങ്ങാൻ പോയ സമയത്ത് നീലി തന്റെ വേദനകളെ കുറിച്ച് വൃദ്ധയോട് പറഞ്ഞു. നീലിയുടെ തലയിൽ തറച്ചിരുന്ന ആണി എടുത്തു മാറ്റാൻ വൃദ്ധ ശ്രമിച്ചു. ആണി എടുത്തു മാറ്റിയതോടെ നീലി പൂർവാധികം ശക്തിയോടെ വൃദ്ധയെ കൊലപ്പെടുത്തി. വിവരമറിഞ്ഞ കത്തനാർ നീലിയെ പിന്തുടർന്ന് പറവൂരിലെ പനയന്നാർക്കാവ് ക്ഷേത്രത്തിനടുത്തി. ഇത്തവണ നീലിക്ക് കത്തനാറിന്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കത്തനാർ അവളെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷം നീലിയെ പനയന്നാർക്കാവ് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാവൽക്കാരിയാക്കി. ഭഗവതിയുടെ അനുഗ്രഹത്താൽ നീലി യക്ഷിയമ്മയായി മാറി. പിന്നീട് ഒരിക്കലും നീലി ആരെയും ഉപദ്രവിച്ചില്ല. ഇന്നും പനയന്നാർക്കാവ് ക്ഷേത്രത്തിൽ യക്ഷിയമ്മയ്ക്ക് പ്രത്യേകമായി ഒരു ശ്രീകോവിലുണ്ട്. ഭക്തർക്ക് ഈ ക്ഷേത്രം ഒരു ഭയപ്പെടുത്തുന്ന സ്ഥലമായി തോന്നാറില്ല. അവിടെ യക്ഷിയമ്മയെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. ഭക്തിയുടെ അനുഗ്രഹത്താൽ എല്ലാ ദോഷങ്ങളും മാറ്റിത്തരുന്ന ഒരു ദേവിയായി യക്ഷിയമ്മയെ എല്ലാവരും വിശ്വസിക്കുന്നു. ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു ദേവിയായി യക്ഷിയമ്മ മാറി.